എക്സാക്ട്ലി ലൈക്ക് ദ പിക്ചേഴ്സ്. കാട്ടിൽ വന്ന് ജീവിക്കണ പോലെ ഉണ്ട് ലിറ്ററലി. അയ്യടാ, ഞാനാ കുത്തിയിരുന്ന് എയർബിഎൻബി നോക്കി ഞാനാ കണ്ടുപിടിച്ചത്. രാവിലത്തെ നിങ്ങൾക്ക് കണ്ടില്ലേ, ഇനി നൈറ്റ് എങ്ങനെയാന്ന് കാണാം. See that. Hello, how are you? എല്ലാവർക്കും സുഖാണോ? എന്തെല്ലാണ് വിശേഷമൊക്കെ? ഞാൻ കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുക. ആൻഡ് ദിസ് വിൽ ബി സോ സ്പെഷ്യൽ ഫോർ മീ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഐ മീൻ വലിയ അങ്ങനെ സംഭവമല്ല, ഒരു ചെറിയ സ്റ്റേക്കേഷൻ പോവാണ്. ഇന്ന് സൺഡേ ആണ്. അപ്പം നാളെ ആക്ച്വലി ഞങ്ങളുടെ 5th വെഡിങ് ആനിവേഴ്സറിയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് എന്നാൽ ശരി ഇപ്രാവശ്യം എവിടെയെങ്കിലും പോവാം. ഞങ്ങൾ എപ്പോഴും വിചാരിക്കുന്ന കാര്യമാണ് ആനിവേഴ്സറി ആകുമ്പോൾ എവിടേക്കെങ്കിലും പോകണമെന്ന്. പക്ഷെ ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്കൊരു ആനിവേഴ്സറി സ്പെഷ്യൽ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് മുടങ്ങും, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ഐഡിയ കൊണ്ട് വരും. അപ്പോൾ ഈ വർഷം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, സിൻസ് ദിസ് ഈസ് 5th, അപ്പം നമ്മൾ വിചാരിച്ച് ഓക്കെ എന്നാ പിന്നെ നമുക്ക് എന്തായാലും ഒരു ചെറിയ എന്തേലും ഒരു ചെറിയ സ്ഥലത്തേക്ക് പറ്റുന്ന പോലെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അഫോർഡബിൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പോയിക്കാമല്ലോ, നമ്മളെ ചുറ്റുവട്ടത്തുള്ള എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 100 കിലോമീറ്റേഴ്സ് ഓർ മേ ബി ഒരു 120 കിലോമീറ്റേഴ്സ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സ്ഥലത്ത് നമ്മളൊരു എയർബിഎൻബി ബുക്ക് ചെയ്തിട്ട് വി ആർ ഗോയിങ് ദെയർ. ഞങ്ങൾക്ക് 3 മണിക്കാണ് ചെക്ക് ഇൻ. ഇപ്പം ഏതാണ്ട് സമയം 12 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ, കുറച്ചൊരു സമയമുണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പ് കുറച്ച് പരിപാടികളുണ്ട്, വീട്ടിൽ കുറച്ച് കാര്യം ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞാനിപ്പോൾ ചെയ്ത് സെറ്റാക്കി. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് ടു ടേക്ക് ദിസ് വീഡിയോ. അപ്പോൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ബർലിംഗ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അവിടെ ഒരു ഡോമാണിത്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ബി. പിക്ചേഴ്സൊക്കെ അടിപൊളിയാണ് കാണാൻ, ഭയങ്കര രസമാണ്. അവിടെ ഒരു ഫോം ഉണ്ട്, അപ്പോൾ രസമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ, അവിടെ പോയിട്ട് നോക്കിയിട്ട് അറിയാം. എങ്ങോട്ടാ? ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കാണാം എക്സാക്റ്റ് എങ്ങനെയുള്ളത് എന്ന്. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി എക്സാക്ട്ലി ലൈക്ക് പിക്ചേഴ്സ് ഇറ്റ് സെൽഫ്. ഇപ്പോൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല. ഐ എം ബാക്ക് ആഫ്റ്റർ എ ലോങ് ടൈം. ഞാൻ ഇടയ്ക്ക് ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ അത് അത്രയും കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നില്ല. ഐ ഹാഡ് സം ട്രബിൾസ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഐ ഹാവ് ടു ഡു ദിസ്. ഞാൻ പണ്ടൊക്കെ പറയണ പോലെ തന്നെ കുറേ വർഷം കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ കാണുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ചെയ്യണത്. ഐ ഡോണ്ട് നോ ഹൗ ദിസ് വിൽ ബി എൻഡിങ്. അപ്പം എന്തായാലും ഞങ്ങളെന്നാൽ സെറ്റ് ആവട്ടെ. ഞാൻ ബാഗൊന്നും പാക്ക് ചെയ്തിട്ടില്ല, ലിറ്ററലി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ആക്ച്വലി ഒരു 1 month മുന്നേ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ എനിക്കറിയാൻ പാടില്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും വന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഞാനൊന്നും ചെയ്തിട്ടില്ല. ബാഗ് ഇവിടെ ഇരിക്കണ്ടേ, ഞാൻ കാണിച്ചു തരാം. സി, പെട്ടി അങ്ങനെ വെച്ചിട്ടുണ്ട്, ഇതിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഐ എം ജസ്റ്റ് ഗോയിങ് ടു പാക്ക് ഓൺലി. പിന്നെ എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം, ഇന്നലെ ഭയങ്കര സ്നോ ആയിരുന്നു ഇവിടെ. ഭയങ്കര സ്നോ ആയിരുന്നു. ഒരു 8 o'clock തൊട്ടിട്ട് രാവിലെ വരെ ഒരു 6-6:30 വരെ ഇവിടെ സ്നോ ആയിരുന്നു. അതിൻ്റേതായ കാര്യങ്ങൾ പുറത്ത് കാണാനും ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ സംഭവം അടിപൊളിയാണ്, കിടക്കണ കാണാനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. കഷ്ടപ്പാട് എന്താണെന്നുള്ളത് വേറെ സൈഡാണ്, അത് ഞാൻ കാണിച്ചു തരാം. സോ പോകുന്നതിന് മുമ്പ് നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. മീൻസ് എന്താ പറയുക, ഹീറ്റർ ഇട്ട് വെക്കണം, പിന്നെ സ്നോ മാറ്റണം, വഴിയിലുള്ള സ്നോ റിമൂവ് ചെയ്യണം, കാറിൻ്റെ മുകളിലുള്ള എല്ലാം റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് വൈശു ഇപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോയത് കേട്ടോ. സോ ഐ ഷോ യു സംതിങ്. ലൈക്ക് എനിക്ക് ഈ ഡ്രസ്സിൽ പുറത്തിറങ്ങാൻ ഭയങ്കര മടി മീൻസ് ഭയങ്കര തണുപ്പല്ലേ, അപ്പോൾ എല്ലാം ഇട്ടിട്ട് പോകാനൊന്നും പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ ഐ ഷോ യു സ്നീക്ക് പീക്ക്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. കണ്ടോ, ബ്രാഞ്ചസിലൊക്കെ മൊത്തം സ്നോ വീണിട്ട് നല്ല രസമാണ് കാണാൻ. കണ്ടില്ലേ, ഇതാണ് വിൻ്ററിൽ കാനഡയിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ഭയങ്കര അലമ്പാണ്, സീരിയസ്ലി ഭയങ്കര അലമ്പാണ്. പക്ഷേ
നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ, ഭയങ്കര അടിപൊളിയായിരിക്കും. ഐ ഡോണ്ട് കംപ്ലൈൻറ്റ് ദാറ്റ്, അതങ്ങനെ തന്നെയാണ്. ഞാൻ നാട്ടിലുണ്ടാവുന്ന കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചത്. വാ സൂപ്പർ അടിപൊളി, എന്ത് രസമായിരിക്കും ഇവിടെ ജീവിക്കാൻ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനത്തെ അഭിപ്രായങ്ങളൊന്നുമില്ല. വാട്ടർ ആ സൈഡ് അവിടെ ഇരിക്കട്ടെ. നമുക്കപ്പോൾ പരിപാടിയിലേക്ക് കടക്കാം. ഞാൻ പോയിട്ട് പാക്ക് ചെയ്യട്ടെ. ആകെ കുറച്ച് സാധനം എടുക്കാനുള്ളൂ, ആ സാധനമെങ്കിലും ഞാൻ പാക്ക് ചെയ്ത് വെക്കട്ടെ. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു 1 മണി 1:15 ആകുമ്പോഴത്തേക്കെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ആക്ച്വലി 1 hour ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഫുള്ള് സ്നോ ആയതുകൊണ്ട് നല്ല സ്ലോ ആയിട്ടായിരിക്കും ട്രാഫിക് നീങ്ങണേ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇറങ്ങണ്ടേ, യുനോ പ്രീ പ്ലാനിങ്. അപ്പോൾ ഞാൻ പോയിട്ട് സെറ്റാക്കിയിട്ട് വരാം. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ആട്ടോ കാണത്തുള്ളൂ, ഇറങ്ങാൻ നേരത്ത് കാണാം. ഞാൻ വന്നു തിരിച്ച്. നമ്മൾ ഫുൾ റെഡി ആയിട്ടുണ്ട്, കംപ്ലീറ്റ് സെറ്റാണ്. സോ നമുക്ക് ഇറങ്ങാം. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുണ്ട്. ഡിന്നർ നമ്മൾ ഇവിടെ തന്നെ മേടിച്ചിട്ട് പോവാണ്. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട് നാളേക്കുള്ളത്. അപ്പം അങ്ങനത്തെ ഫുഡ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി. ഇനി പോകുന്ന വഴിക്ക് നമുക്കൊരു കുഞ്ഞ് കേക്ക് മേടിക്കണം. അതെല്ലാം മേടിച്ചിട്ട് സോ നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. സ്നോയിങ് ആണ്, മഞ്ഞിങ്ങനെ പെയ്തോണ്ടിരിക്കുന്നു. മഞ്ഞ് പെയ്യുന്നതാണോ അതോ കാറ്റത്ത് ഉള്ള മഞ്ഞ് വീഴുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. പുറത്തിറങ്ങാൻ മനസ്സിലാവായിരിക്കും. വൈശ അപ്പോൾ കാറിൽ വെയിറ്റ് ചെയ്യാണ്. സോ ലെറ്റ്സ് ഗോ. Hey Vaishu. Hi Lachu. Are you excited? Yes. We are not actually excited. നമുക്ക് അങ്ങനെ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. നിനക്ക് ശരിക്കും എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഇല്ല. ഇവൻ ചുമ്മാ പറയാം. എനിക്കും ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല, ഇവനും എക്സൈറ്റ്മെന്റ് ഇല്ല. പക്ഷെ അതെന്താന്ന് അറിയത്തില്ല. ബട്ട് അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ എക്സൈറ്റ്മെന്റ് ഒക്കെ വരുമായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? എവിടേക്കെങ്കിലും ഒക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തിട്ടൊക്കെ പോകുമ്പോ ഒരു തേങ്ങയും തോന്നാത്തൊരവസ്ഥ? എനിക്കുണ്ട് കേട്ടോ. എനിക്ക് അവിടെ മൃഗങ്ങളെ കാണാൻ വെറും നോണ, ഇവൻ ഫുൾ നോണേനാ. ഞങ്ങളൊരു കേക്ക് മേടിക്കാൻ വേണ്ടി വന്നേക്കാം. ഞാൻ പറയില്ലേ കേക്ക് മേടിക്കണം പോകുന്ന വഴിന്ന്. അപ്പൊ നമ്മള് കേക്ക് മേടിക്കാൻ വേണ്ടിട്ട് കോസ്റ്റാസ് ബേക്കറി കയറുവാണ് കേട്ടോ. ഇവിടെ കുറെ ഗ്രീക്ക് പേസ്ട്രീസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ലെറ്റ്സ് സീ, നമുക്ക് ഉള്ളിലേക്ക് പോകാം. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല അതിന്റെ ഉള്ളിൽ കയറിയിട്ട്. ഐ വിൽ ട്രൈ. ഓക്കെ, സോറി ഗൈസ്, നമുക്കുള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി ഞാൻ മറന്നുപോയി. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ശീലമില്ലാത്തോണ്ടേ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ കേക്ക് മേടിച്ചു, ഒരു കുഞ്ഞു കേക്ക് മേടിച്ചു. ഒരു മറ്റേ പോലത്തെ ഇല്ലേ ഇങ്ങനെ കുഞ്ഞ്, അത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് രാത്രി കട്ട് ചെയ്യാം. We just reached here. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ആൻഡ് സീംസ് ലൈക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാം. നല്ല തണുപ്പെനിക്ക്. വെൽക്കം ചെയ്യാൻ കുറേ സ്വാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിതേ ഈ ഡോമിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കാൻ പോണത്. അപ്പോൾ ഇതാണ് എൻട്രൻസ് ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ദ ഡോർ. നല്ല രസമുണ്ട് കേട്ടോ. ഉള്ളെങ്ങനെയാണെന്ന് അറിയത്തില്ല. Wow! Oh my god! Oh, this is so good. കാട്ടിലേക്ക് കയറിയ പോലെ ഉണ്ട്. Oh my god! അടിപൊളിയായിട്ടുണ്ട്. We have a TV here. Books. So cute. So cute. ഇവിടെ എന്നാ വെള്ളം, മീന്, ഇതിൻ്റെ ഉള്ളിൽ മീന് ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്. എക്സാക്ട്ലി ലൈക്ക് ദ പിക്ചേഴ്സ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഡോമാണ്. ഒരു കൈൻഡ് ഓഫ് ഒരു ഫോറസ്റ്റ് കയറിയ പോലെ ഉണ്ട് എനിക്ക്. നമ്മൾ ഇറക്കിയ പൈസക്കുള്ള മുതൽ ഇവിടെ ഉണ്ട് എന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എനിക്കിവിടെ ഫുൾ ടൈം എനിക്കിവിടെ താമസിക്കാൻ കൊള്ളാൻ തോന്നുന്നു. അയ്യോ, ഇത് ഞാൻ കരയുന്നല്ല കേട്ടോ, സന്തോഷം കൊണ്ട് കരയുന്നൊന്നല്ല, തണുത്തിട്ട് വെള്ളം വന്നാണ്.
inside the tropical garden. What do you say? നമ്മുടെ പെട്ടി കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കാം. ഞങ്ങളൊന്ന് സെറ്റാക്കിയിട്ട് ഞാനൊരു ഡോം ടൂർ കാണിച്ചു തരാം. റൂം ടൂർ അല്ല, ഡോം ടൂർ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര രസമാണ്. ഞാൻ കൂടുതൽ പറയണില്ല. ഐ കം ബാക്ക്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ടൂറ് ചെയ്യാം കേട്ടോ. ഐ മീൻ ഡോം ടൂർ എന്തായാലും ചെയ്യാം. ലൈക്ക് ഐ വോണ്ടഡ് ടു ഡു ദാറ്റ്. പക്ഷെ ഇപ്പം എനിക്ക് ഇപ്പമല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ലൈക്ക് ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് വി തോട്ട് ലൈക്ക് ഓക്കെ വിൽ ഡു ഇറ്റ് ലേറ്റർ. ചായയും പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞാൻ ആക്ച്വലി വിചാരിച്ചത് നമ്മൾ പുറത്ത് പോയിട്ട് കുടിക്കാനായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എല്ലാ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും പുറത്തേക്ക് പോകുന്നില്ല, ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. സൂപ്പർ സ്ഥലം അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാട്ടിൽ വന്ന് ജീവിക്കണ പോലെ ഉണ്ട് ലിറ്ററലി. ലൈക്ക് മൊത്തം ഫ്ലവേഴ്സ് അല്ല, ഫുൾ ഗ്രീൻ ആണ്, ഫുൾ പ്ലാന്റ്സ് ആണ്. ഞാനാ ഇത് ചൂസ് ചെയ്തേ, ഞാനാ സെലക്ട് ചെയ്തേ. നീയെ സെലക്ട് ചെയ്ത പിന്നെ അയ്യടാ, ഞാനാ കുത്തിരുന്ന് എയർബിഎൻബി നോക്കി ഞാനാ കണ്ടുപിടിച്ചത്. എന്നിട്ട് ഞാൻ ഇവന് ജസ്റ്റ് അയച്ചു കൊടുത്തു, ലിങ്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു വൈശു ഇത് ഓക്കെ ആണോ നോക്ക്, സെറ്റ് ആണോ. അപ്പൊ ഇവൻ എന്താ നോക്കിട്ട് പറഞ്ഞാ ഓക്കെ ഫൈൻ. ലിറ്ററലി സോ ഗുഡ്. നിന്നെ കാണില്ല, നിനക്ക് എന്ത് ഹൈറ്റാ ഇങ്ങനെ. ഇവന്റെ തല മുട്ടും, പക്ഷെ ഇവന് ഭയങ്കര ഹൈറ്റ് ആയിരുന്നു. സി എനിക്ക് ഇങ്ങനെ ഇങ്ങനെ നീ നേരെ നിന്ന് ഇനി ഇങ്ങനെയാണോ? മൈ ഗാഡ്, എനിക്ക് ഇത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നോ? പറകിലാണ് ഫാം ഉള്ളത് കേട്ടോ. നമുക്ക് ചായ കുടിച്ചിട്ട് പോയി. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ഭയങ്കര വിശക്കുന്നുണ്ട്. കാരണം ഞാൻ ഉച്ചയ്ക്ക് ചോറ് അധികം കഴിച്ചിട്ടില്ല, കുറച്ച് ചോറാണ് ഞാൻ കഴിച്ചിട്ടുള്ളൂ. വിശക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചായ കുടിച്ചിട്ട് നമുക്ക് കുതിരേനെയും ആടിനെയും കോഴീനെയും ഒക്കെ കാണാൻ പോവാം. എടാ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ യു ഹാവ് ടു ഡു ദിസ്. ഓക്കെ, ലിറ്ററലി എപ്പോഴെങ്കിലും ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതുപോലെ പോകണം എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എനിക്കിവിടെ വന്നിട്ട് ഭയങ്കര റിലാക്സ് ആയിട്ട് തോന്നുന്നുണ്ട്. പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആകെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉള്ളൂ വെച്ചാലും ഇല്ലേ, ദിസ് ഇസ് സോ ഗുഡ്. നമുക്ക് ഭയങ്കരമായിട്ട് ആ ചേഞ്ച് അറിയുന്നതുകൊണ്ടില്ലേ, നല്ല രസമുണ്ടടാ, നല്ല രസമുണ്ട് ഗൈസ്. യുനോ, പുറത്ത് വേറൊരു ലോകം, ഉള്ളിൽ വേറൊരു ലോകം, അങ്ങനെയുള്ളത്. പുറത്ത് മൊത്തം മഞ്ഞ്, ഭയങ്കര തണുപ്പ്, ഉള്ളില് ഭയങ്കര വാം ആൻഡ് കോസി, സോ ഇസ്തെറ്റിക്, ഭയങ്കര ഇൻസ്റ്റഗ്രാമബിൾ ആണ്. കുറച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തള്ളാൻ സ്റ്റോറിയൊക്കെ പോയിട്ട് ഇൻസ്റ്റഗ്രാമില്. നമുക്ക് ചായ കുടിക്കാം. ഞങ്ങള് പുറത്തിറങ്ങാണല്ലോ എന്തായാലും ചായ കുടിച്ച് കഴിഞ്ഞിട്ട്, അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് ഇപ്പം മാറ്റുന്നില്ല, ഇങ്ങനെ തന്നെയാണ് പുറത്തിറങ്ങുന്നത്. വന്നിട്ട് നമ്മളിനി ഹോം വെയറിലേക്ക് മാറും, ഐ മീൻ നൈറ്റ് വെയറിലേക്ക് മാറണം. ഇനി ഇവിടുന്ന് പോകണ വരെ ഞങ്ങളെ ഫുൾ കോൺവെർസേഷൻ എന്തായിരിക്കും എന്നറിയോ, നാട്ടിൽ നമുക്ക് ഇതുപോലെ ഒന്ന് തുടങ്ങണം, നാട്ടിൽ ഇതുപോലെ ഒന്ന് സെറ്റപ്പ് ആക്കണം, അടിപൊളിയായിരിക്കും. കുറച്ച് സ്ഥലം മേടിക്കുക, ഇതുപോലെ ഡോം ഇടുക, സെറ്റ്, വാവ്. ഞങ്ങൾ ഏത് എയർബിഎൻബി പോയാലും അങ്ങനെയാ. സോ നമുക്കിനി പുറത്തിറങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫാം ആനിമൽസിനെ ഒക്കെ കണ്ടിട്ട് നമുക്ക് അവരെ തൊട്ട് തലോടി വരാം. Oh, she's coming to the camera. Hey. Coming? Don't eat that. Oh. Don't eat that. It's not to eat. Yeah, the tip of your clothes. Yeah. They're all very friendly. Nice. Do they have names or? This is Jack. I forget her name. Trixie. Trixie, yeah. Trixie's so cute. I like her. You guys coming out? No. Usually they're all out here. Actually, we should come in summer, I think. Yeah. So
once you're done, just go back through the same way and make sure the door is closed behind you. Okay. That's Okay. all. Yeah. Sure. Jack, look at the camera, Jack. We are filming you. Do you mind that? Do you mind that? Come on, baby. This is Winnie the Pig. Oh yeah. Oh my goodness. I'm touching your wing for the first time. Hi, Winnie. Everyone is eating my jacket. Does it taste so good? Is it? Hi, Winnie. Hi. ആണോ? തിന്നല്ലടോ. അയ്യോ എന്റെ കോട്ടെ. ആ ബാഡ് ബോയ്. Not be a bad boy. Oh, that. ഇത് ശരി ഇത് മൊയൽക്കുട്ടീനെ പോലെ ഉണ്ടടി. Oh, seriously. What's your name? ഓ ഇതാരായിരുന്നു? Oh, Penny. Hi, Penny. Hi, Penny. ഇടി ഓടുന്നിട്ടാ ഓടിക്കോ. Hi, Bonnie. Bonnie. Hi. Hi. Hello. Hello, can you pose? Hi. Hi. നമ്മളല്ലേ ഒരു 5:45 ഒക്കെ ആയപ്പോഴത്തേനും ഇവിടെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ എയർബിഎൻബിയുടെ ഓണർ മെസ്സേജ് ആക്കി. ഓ എൻ്റെ അടുത്തല്ല. Have you fed a horse before? No? Okay, when you feed a horse, you go open hand because they have teeth. Oh yeah. There's a cow. Oh. They just take it from Yeah. you. Yeah. And that's about it. Don't be afraid. That's right, you got it. Yeah. Hi, girls. Hi, girls. അവരിത് കഴിക്കാം. And all the cows are girls, Okay. except for the little one. Where he is. Oh, huge horns, right? Yeah, they're all girls though. All girls. കൈ നേരെ കൊടുത്തോ പിടിച്ചോ അടുത്തേക്കോ. They won't hurt you. They won't hurt you. ഹായ്. നല്ല സൺസെറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഡോം മൊത്തം നൈറ്റ് വൈബിലാണ് കേട്ടോ. ഇറ്റ്സ് സോ നൈസ്. ഞാൻ കാണിച്ചു തരാം. രാവിലത്തെ നിങ്ങൾക്ക് കണ്ടില്ലേ, ഇനി നൈറ്റ് എങ്ങനെയാണെന്ന് കാണാം. സീ ദാറ്റ്. ഭയങ്കരമായിട്ട് വിശക്കുന്നു കേട്ടോ. സമയം ആകെ 6 മണിയായിട്ടുള്ളൂ. പക്ഷെ ഒരു 9 മണിയായതിൻ്റെ കോപ്പ് പുറത്ത് കാണുന്നുണ്ട്. അത് കുറ്റമട്ടല്ല, വിൻ്റർ ആണല്ലോ. പക്ഷെ അതല്ല സംഭവം, ഭയങ്കരമായിട്ട് വിശക്കുന്നു, ഭയങ്കരമായിട്ട്. അപ്പോൾ ഞങ്ങൾ രാത്രി കഴിക്കാൻ വേണ്ടി എടുത്ത ഫുഡ് ഉണ്ടല്ലോ, അതിലത്തെ ഒരു ഫുഡ് എടുത്തിട്ട് നമ്മളിപ്പോൾ കഴിക്കുകയാണ്. ഞങ്ങൾ പൊറോട്ടയും ബീഫും മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങളിപ്പോൾ കഴിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഫുഡ് കഴിക്കും. ഞാൻ പൊതിച്ചോറാണ് മേടിച്ചത് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹം പൊതിച്ചോറ് കഴിക്കണമെന്ന്. അപ്പം ഞാൻ പൊതിച്ചോറാണ് മേടിച്ചത്. അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കും. അപ്പോൾ നമുക്ക് തിന്നോണ്ടിരിക്കാമല്ലോ, യുനോ. എന്താ കുട്ടിയുടെ പേര്?
വിശക്കുന്നോണ്ടാന്ന് തോന്നുന്നു, ഭയങ്കര ടേസ്റ്റ് തോന്നുന്നു. സിനിമയൊക്കെ കണ്ട് നല്ല സെറ്റായിട്ട് തിന്നോണ്ടിരിക്കാം.